നമസ്കാരം, ഭദ്രാശ്രീയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രുതി ബാല. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചാനലിൽ ഏറ്റവും വളരെ ചുരുക്കം ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ടോപ്പിക്കാണ്, അതായത് കുക്കറി. നമ്മളാകെ ഒരു ഈവനിങ് സ്നാക്ക് ഒരു ദിവസം ഉണ്ടാക്കി, അതല്ലാണ്ട് കൂടുതൽ കുക്കിംഗ് വീഡിയോസ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പം കുഞ്ഞ് ഇതിലെങ്ങനെ തുളപ്പുണ്ട്, ഞാൻ ഏത് സൈഡിൽ പോയി വീഡിയോ എടുക്കാൻ നിന്നാലും കുഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കും. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കുക്കറി ഞാൻ കൂടുതലും ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല യൂട്യൂബ് ചാനലുകളുണ്ട് കുക്കറി ബേസ് ചെയ്തിട്ടുള്ള നല്ല നല്ല ഫുഡുകളും എല്ലാം ഓൾമോസ്റ്റ് ഷെയർ ചെയ്യുന്ന നല്ല ചാനലുകളുണ്ട്. അപ്പം അത് തന്നെ വീണ്ടും നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊരു റെപ്പറ്റേഷനായിട്ട് മാറില്ല. അതുകൊണ്ടാണ് ഞാനും യൂട്യൂബ് നോക്കി അല്ലെങ്കിൽ എൻ്റെ അമ്മയെ വിളിച്ച് നോക്കിയൊക്കെ കുക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം അത് തന്നെ വീണ്ടും വരുമ്പം ഒരു രസം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലും കുക്കിംഗ് വീഡിയോസ് ചെയ്യാത്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ പ്രോൺസ് വെച്ചിട്ടൊരു സംഭവമാണ്. അതായത് പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും, പ്രോൺസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ഡിഷ് എന്ന് വെച്ചാൽ പ്രോൺസ് തീയലാണ്. അത് ഞാൻ എവിടെയും കണ്ടിട്ട് ഉണ്ടാക്കിയതല്ല, എൻ്റെതായ രീതിയിൽ നമ്മൾ തീയൽ ഉണ്ടാക്കുന്ന രീതിയൊക്കെ എനിക്കറിയാം. അപ്പം അത് വെച്ചിട്ട് എൻ്റെതായ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് ഷെയർ ചെയ്യാൻ ഇത്ര ഇൻട്രസ്റ്റും വന്നത്. പിന്നെ ഞാനത് ഉണ്ടാക്കി നോക്കി, കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, അപ്പം നമുക്ക് നമ്മുടെ പ്രോൺസ് തീയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കാം, നമുക്കതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. എന്തൊക്കെ ആഡ് ചെയ്യണ്ടേന്ന് നോക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, അതിൻ്റെ കൂടെ കുറച്ച് ലെമൺ ആഡ് ചെയ്യുക, ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ വിനീഗർ ആണെങ്കിലും മതി. ഞാൻ ലെമൺ ഇപ്പോൾ എടുത്തത്. ഇതാണ് നമ്മുടെ പ്രോൺസ്. ഇത് കുഞ്ഞു പ്രോൺസ് ആയിട്ടോ, ഞാൻ സൂം ചെയ്തേക്കുന്നതുകൊണ്ട് തോന്നുന്നതാണ്. നമ്മുടെ പ്രോൺസ് ആഡ് ചെയ്യുക. കണ്ടോ, കുഞ്ഞു പ്രോൺസ് ഞാൻ പറഞ്ഞില്ലേ, അതാ മറ്റേ സൂം ചെയ്തെടുത്തപ്പോൾ നമുക്ക് തോന്നും വലിയതാണെന്ന്. ചെറിയ പ്രോൺസ് ഞാൻ സെലക്ട് ചെയ്താൽ, കാരണം തീയലിന് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയതാണ്. വേണമെങ്കിൽ വലുത് വേണ്ടവർക്ക് വലുത് യൂസ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം. കാരണം ഈ മസാലകൾ ഇതെല്ലാം ഇതിലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ മസാല നേരത്തെ മിക്സ് ചെയ്തിട്ടില്ല, ഇപ്പോഴാണ് ഇത് ഡയറക്റ്റ് പ്രോൺസുമായിട്ടാണ് മിക്സ് ചെയ്യേണ്ടത്. പിന്നെ ഇപ്പം ഇത് ഇളക്കുമ്പം പ്രശ്നമൊന്നുമില്ല കേട്ടോ, പ്രോൺസ് അങ്ങനെ ഉടഞ്ഞു പോകത്തൊന്നുമില്ല. പക്ഷേ കുറച്ച് വെന്ത് കഴിഞ്ഞ് ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് അടച്ച് ഫ്രിഡ്ജ് വെക്കണം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയില്ല കേട്ടോ. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വയ്ക്കാവുള്ളൂ. ഇനി ഒരു പാൻ ചൂടാകാൻ വയ്ക്കുക. അത് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കുക. കോക്കനട്ട് ഓയിൽ കേട്ടോ, ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അത് എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം എന്താ ആഡ് ചെയ്യണ്ടേ വരൂ പ്രോൺസ്. ഇത് നമ്മൾ പ്രോൺസ് ശരിക്കും പറഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. നമ്മൾ മീനൊക്കെ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആ മസാലയൊക്കെ ഉണ്ടേണ്ടത് ഇങ്ങനെ ഒന്ന് ഒരുമിച്ച് കിടക്കും കേട്ടോ, അതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവും. ഇപ്പം കുറച്ചായി തോന്നുന്നു. എന്ന് വെച്ചാൽ ഇടയ്ക്കൊന്നും നോക്കണം കേട്ടോ, കാരണം ഇത് മസാലയെല്ലാം അതിലങ്ങ് കരിഞ്ഞിട്ട് പോകരുത്. അപ്പം ജസ്റ്റ് ഇടയ്ക്കിടയ്ക്കായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. കുറച്ചേരം അടച്ചു വെച്ചിട്ട് നമുക്ക് അപ്പോൾ പ്രോൺസ് ഒന്ന് വേകുകയും ചെയ്യും, നന്നായിട്ടൊന്ന് ഫ്രൈ ആവുകയും ചെയ്യും. ഒരിക്കലും ഇത് വെച്ചിട്ട് മാറി നിൽക്കരുത് കേട്ടോ, കാരണം അത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഈ മസാലകളെല്ലാം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കൊള്ളത്തില്ലായിരിക്കും. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മറിച്ചിടുക, രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് വേകാൻ വേണ്ടി. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ആയി തോന്നുന്നു. ഓക്കെ, സെറ്റായി. ഇനി നമ്മളത് ഓഫ് ചെയ്യുക. കണ്ട, നല്ല ഫ്രൈ ആയി. ഇതിങ്ങനെ കഴിക്കാനും നല്ല കേട്ടോ. ഇതുപോലെ തന്നെ ജസ്റ്റ് കഴിച്ച് നോക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് കഴിച്ച് നോക്കിയായിരുന്നു.
പിന്നെന്താ, ഇത് നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ ടിഷ്യൂല് വെക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയാണ്. ഈ മസാല ഇതുപോലെ ആ ഫുൾ മസാല അതിനകത്ത് ഇടണം കേട്ടോ, കാരണം അതിനാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. വീണ്ടും നമ്മൾ പുതിയൊരു പാൻ വയ്ക്കുക. പുതിയെന്ന് വെച്ചാൽ പുതിയതായിട്ട് മേടിച്ചല്ല കേട്ടോ. ഈ അതിലോട്ട് നമ്മൾ എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ കേട്ടോ വീണ്ടും യൂസ് ചെയ്യുന്നത്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കുറച്ച് കടുക് ഇടുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി കേട്ടോ, ആ ടേസ്റ്റ് ഒരു വേറെയാണ്. എന്നിട്ട് നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? യെസ്, വെളുത്തുള്ളി കണ്ട കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ട് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇഞ്ചി ആഡ് ചെയ്യുക, അതും ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ അരിയണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ, കാരണം അതൊരു എളുപ്പത്തിന് വേണേൽ ചെയ്തു, പക്ഷേ ടേസ്റ്റ് നമുക്ക് വരില്ല. ഇതിങ്ങനെ തന്നെ എണ്ണയ്ക്കകത്ത് കിടന്ന് ഫ്രൈ ആയി വരുന്നൊരു പ്രത്യേക ടേസ്റ്റാണ്. സോ മാക്സിമം ഇങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നല്ലൊരു എണ്ണയ്ക്കകത്ത് കിടന്ന് മൂക്കണം കേട്ടോ, അതുവരെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് കുഞ്ഞുള്ളി ചെറിയുള്ളി എന്നൊക്കെ പലരും പറയും കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ മാക്സിമം എന്തുമാത്രം ആഡ് ചെയ്യാമോ അത്ര ആഡ് ചെയ്യുക. അതും ചെറുതായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് 2-3-4 ഇതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുള്ളൂ കേട്ടോ. എന്നിട്ട് അതും കൂടി എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല കുഞ്ഞുള്ളിയൊക്കെ ഒരു നല്ല ബ്രൗൺ കളറാവണം കേട്ടോ, അതുവരെ കിടക്കണം. കുറച്ച് ടൈം എടുക്കും. കുറച്ചൊന്ന് വാടി. അപ്പം നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. നേരത്തെ ഉപ്പ് ആഡ് ചെയ്യല്ലോ കേട്ടോ, ഈ സമയത്ത് ആഡ് ചെയ്യാവുള്ളൂ. യെസ്, ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ആഡ് ചെയ്തത്? മുളക് പൊടിയാണ് ആഡ് ചെയ്തത്. ആവശ്യത്തിന് എടുക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി കരിയാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ, കരിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോയി. അപ്പോൾ അതിനുവേണ്ടി ഇപ്പോൾ കരിയാൻ തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ആ മുളക് കരിയാണ്ടിരിക്കും. അത് നന്നായിട്ടൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? യെസ്, തക്കാളി. ഞാൻ 2 വലിയ തക്കാളി കേട്ടോ എടുത്തത്. തക്കാളിയും കൂടി അതിൻ്റെ അകത്ത് ഒന്ന് മിക്സ് ചെയ്ത് അതും കൂടി കുറച്ചൊന്ന് വാടുന്നിടം വരെ അടുപ്പേരിക്കുക കേട്ടോ. ഇപ്പം ഏകദേശം അതൊക്കെ ഒന്ന് യോജിച്ചു തോന്നുന്നു. ഇനി നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടത്? എന്തത്? യെസ്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ പ്രോൺസ് കേട്ടോ. അത് അതിൻ്റെ ആ മസാല ഒക്കെ ആണ്, നമുക്ക് പ്രോൺസ് കാണാൻ പറ്റുന്നില്ല, പക്ഷെ അതിൻ്റെ അകത്ത് പ്രോൺസ് ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത പ്രോൺസ് ആണ് ഇപ്പോൾ മിക്സ് ചെയ്തത്. ഇനിയിപ്പോൾ ഇളക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിളക്കുക കേട്ടോ, ആ പ്രോൺസ് ഉടഞ്ഞു പോകാണ്ടിരിക്കാൻ. പെപ്പർ ആഡ് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യാനില്ല. ഇതൊന്ന് അടുപ്പിലിരുന്ന് കുറച്ച് സെറ്റാവുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. വെള്ളം ആവശ്യത്തിന് നോക്കി ഒഴിക്കുക കേട്ടോ. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ കൊള്ളില്ല. സോ ആദ്യം കുറച്ച് ഒഴിക്കുക, പിന്നെ വേണമെന്ന് തോന്നിയാൽ മാത്രം കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് അത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് മസാലയും പ്രോൺസും എല്ലാം കൂടി ഒന്ന് സെറ്റ് ആവണമെങ്കിൽ കുറച്ച് നേരം ഒന്ന് അടുപ്പിൽ കിടന്നൊന്ന് തിളക്കണം കേട്ടോ. അപ്പോൾ അതാ ഏകദേശം നമ്മുടെ സംഭവം ഓക്കെ ആയി വന്നിട്ടുണ്ട്. ലാസ്റ്റായിട്ട് അതിനകത്ത് ഞാൻ ഒരു സാധനം കൂടെ ആഡ് ചെയ്യാൻ പോകട്ടോ. കുറച്ച് ഗരം മസാല. ഇതൊക്കെ ഒരു ടേസ്റ്റിന് വേണ്ടി കേട്ടോ ശരിക്കും ഇതൊക്കെ ആഡ് ചെയ്യുന്നത്. യെസ്, ഇനി നമ്മളൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യുക. കുറച്ച് നേരം മതി, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം മതി കേട്ടോ. വീണ്ടും പുതിയൊരു പാൻ എടുക്കുക. വീണ്ടും പാൻ ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യേണ്ട എന്താണ്? യെസ്, നമ്മുടെ തേങ്ങാക്കൊത്ത്. ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു പ്രത്യേകത. കാരണം തേങ്ങയല്ല ആഡ് ചെയ്യേണ്ടത്, തേങ്ങാക്കൊത്ത്. അത് എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ വാവ്, ഒരു അടിപൊളി ടേസ്റ്റ് കേട്ടോ.
നന്നായിട്ട് നല്ല ബ്രൗൺ കളർ ആവണം കേട്ടോ. അതുവരെ എണ്ണയ്ക്കകത്ത് കിടന്നതൊന്ന് വഴറ്റിയെടുക്കുക, ഫ്രൈ ആക്കുക കേട്ടോ. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് നമ്മുടെ പ്രോൺസ് ഇതാ തുറന്നു. കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചിട്ട്, പിന്നെ നമ്മൾ ഇളക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. യെസ്, ഇതിലോട്ട് നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആഡ് ചെയ്യുക, തേങ്ങാക്കൊത്ത്. അപ്പം നമ്മുടെ പ്രോൺസ് തീയൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? നല്ലതല്ലായിരുന്നു? അപ്പം എല്ലാവരും വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ചെറിയ പ്രോൺസ് ആണ് ഞാൻ യൂസ് ചെയ്തത്. തീയലിന് അതാണ് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടാണ് ഞാനത് യൂസ് ചെയ്തത്. ഇനി പ്രോൺസ് നന്നായിട്ട് കടിച്ച് കഴിക്കാൻ ഇങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ വലിയ പ്രോൺസ് തന്നെ യൂസ് ചെയ്യുക. ഇത് നമുക്ക് ഒത്തിരി ഒന്നും കടിച്ച് കഴിക്കാൻ കിട്ടത്തില്ല. പിന്നെ ഇതൊരു സൈഡ് ഡിഷ് ആയിട്ടല്ലാണ്ട് നമുക്ക് എന്താ പറയുക, ചോറിന് കറി ഗ്രേവിയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ വലിയ പ്രോൺസ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ് ഏതായാലും. പിന്നെന്താ വേറെ പറയാം, വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്കറിയാം ഇപ്പം കൊറോണ ഇഷ്യൂസൊക്കെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ചും കൂടി എല്ലാവരും ഒന്ന് കെയർ ചെയ്യുക, സേഫായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഒരുപാട് വിഷമമുണ്ട്, കാരണം നല്ല രീതിയിൽ നമ്മുടെ ഇഷ്യൂസൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നതാണ്. അപ്പം നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എല്ലാം ഇപ്പോൾ ഒരുപാട് വീണ്ടും ഇൻക്രീസ് ചെയ്യുകയാണ്. അത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്, കാരണം അത് നമ്മുടെ ഒരു മിസ്റ്റേക്ക് കാരണമല്ലേ. നമ്മളത് ശരിക്കും നല്ല രീതിയിൽ നോക്കാത്തതുകൊണ്ട് നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കും, അത് ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. നമുക്ക് ഈ ഇതിൽ നിന്നൊക്കെ ഒന്ന് തരണം ചെയ്ത് മുന്നോട്ട് വരണ്ടേ. അപ്പം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ശരിയാവില്ലല്ലോ. ബുദ്ധിമുട്ടില്ല എന്നല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട് എല്ലാ കാര്യത്തിനും, പല കാര്യത്തിനും നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മളെക്കാളും സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ഡെയിലി വേജസിനൊക്കെ പോകുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫുഡ് കഴിക്കാൻ പോലും പൈസ ഇല്ലാത്ത ഒത്തിരി പേരുണ്ട് കഷ്ടപ്പെടുന്നത്. അപ്പം നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് മുന്നോട്ട് രക്ഷപ്പെട്ട് വരണ്ടേ, നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. അപ്പം നമ്മൾ തന്നെ വിചാരിച്ചിട്ടേ കാര്യമുള്ളൂ. സോ എല്ലാവരും മാക്സിമം നല്ല രീതിയിൽ കെയർ ചെയ്യുക, സേഫായിട്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കുക, നമുക്ക് എല്ലാവർക്കും വേണ്ടി. അപ്പം അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ എന്താ പറയുക, അടുത്ത ദിവസം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതായിരിക്കും.